കല്യാണ ദിവസം മണ്ഡപത്തിലേക്ക് പോകും വഴി ട്രാഫിക് കുരുക്ക്. ടെൻഷൻ അടിക്കാൻ വേറെ വല്ലതും വേണോ? മുഹൂർത്തം തെറ്റില്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ കല്യാണമാണെങ്കിൽ പോലെ എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ഇറങ്ങാൻ താമസിച്ചാൽ അപ്പോൾ തുടങ്ങും വീട്ടുകാർ മുഹൂർത്തം തെറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അവിടെയാണ് ഈ ട്രാഫിക് കുരുക്കിൽ പെട്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ വധു അല്പം ബോൾഡായി തന്നെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു. കൂളായി കാറിൽ നിന്നിറങ്ങി മെട്രോയിൽ കയറി മണ്ഡപത്തിലേക്ക് യാത്ര ചെയ്തു. കൃത്യസമയത്ത് അവിടെ എത്തുകയും ചെയ്തു. കെ.വി. ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധര, എത്രയോ തവണയും ബംഗളൂരുവിലെ ട്രാഫിക് ജാമിനെ കുറിച്ച് നമ്മൾ തന്നെ ഈ തത്സമയത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ വധുവിന്റെ കാര്യം മാത്രമല്ല, തീർച്ചയായും ആ ട്രാഫിക് കുരുക്കിൽ പെട്ടുപോയിരുന്നു എങ്കിൽ മുഹൂർത്തം തെറ്റിപ്പോകും, ആകപ്പാട് അവതാളത്തിലാകും, പല വിധത്തിലുള്ള സംസാരം ഉണ്ടാകും. ഇതാ പെൺകുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, എത്രയോ പേര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ 1 വർഷം മുമ്പേ നടന്ന വീഡിയോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വൈറലായി, അത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധരന് തന്നെ ഈ ട്രാഫിക് ജാമിലൊക്കെ പെട്ട് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? പൂജ, ഈ ബംഗളൂരിലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒരു കാര്യമാണ് ഈ ഗതാഗത കുരുക്ക് എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി അത് വല്ലാത്ത കയ്യടി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യം, ആ കുട്ടിയുടെ കല്യാണം നടക്കുന്ന മണ്ഡപം മെട്രോ ഉള്ള സൈഡിലായിപ്പോയി. മെട്രോ ഇല്ലാത്ത സൈഡായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടി പെട്ടുപോയേനെ, മുഹൂർത്തം തെറ്റിയേനെ, കരച്ചിലും വീഴ്ചലൊക്കെ ആയിട്ട് പോവേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേനെ. ഏതായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി മണ്ഡപത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. കുട്ടി വേഗം പെട്ടെന്നൊരു ബുദ്ധി തോന്നി നേരെ മെട്രോയിലേക്ക് കയറി ടിക്കറ്റ് എടുത്ത് മെട്രോയിൽ കയറി യാത്ര ചെയ്ത് മണ്ഡപത്തിലെത്തി. കൃത്യസമയത്ത് ചടങ്ങെല്ലാം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഇത് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മുൻപ് നമ്മൾ തത്സമയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് ബംഗളൂരു നഗരത്തിൽ ഒരു മാസങ്ങൾക്ക് മുൻപുണ്ടായി. അന്ന് ഈ ബ്ലോക്കിൽ കുടുങ്ങിയ ആളുകൾ സൊമാറ്റോ ഡെലിവറി ചെയ്തു. അതേ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് സൊമാറ്റോ ഫുഡ് ഡെലിവറി ചെയ്ത ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് 2 പേർ അവിടെ ഇരുന്നുകൊണ്ട്, ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുന്നു, ഒരു ആൺകുട്ടി ബൈക്കിൽ പോകുന്നു. ഇവർ 2 പേരും ആ ട്രാഫിക് ബ്ലോക്കിൽ നിന്നാണ് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് അതൊരു പ്രണയമായി, സൗഹൃദം പ്രണയമായി, അതിനുശേഷം അത് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സംഭവം വരെയൊക്കെ ഉണ്ടായി. ഈ ട്രാഫിക് ബ്ലോക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഇതിനോടൊപ്പം പറഞ്ഞു എന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ഒരു പ്രവൃത്തി വല്ലാത്ത കയ്യടി നേടുന്നുണ്ട്. ഏതായാലും ബോൾഡായിട്ട് ആ സമയത്തൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനം. കൃത്യമായ ആ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കൃത്യസമയത്ത് മണ്ഡപത്തിൽ എത്താൻ സാധിച്ചു. ഏതായാലും ആ വീഡിയോ ഒരാൾ വീണ്ടും ഇപ്പോൾ സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ പങ്കുവെച്ചതോടുകൂടിയാണ് വീണ്ടും അത് വലിയ വൈറലാകുന്ന രീതിയിലേക്ക് പോയത്.